ജനവാസ മേഖലയിൽ ഇറങ്ങി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാൻ അനുമതി നൽകാതെ കേന്ദ്ര വൈൽഡ് ലൈഫ് ബോർഡ്. കാട്ടുപന്നി ഉൾപ്പെടെ വെടിവെക്കാൻ സ്ഥിരാനുമതി വേണമെന്ന കേരളത്തിൻ്റെ ആവശ്യം തള്ളിക്കളഞ്ഞു. ഒരു വന്യജീവിയെയും വെടിവെച്ച് കൊല്ലരുത് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഈ ബോർഡ്. വി ജയശങ്കർ ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന്. ജയശങ്കർ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ മനുഷ്യർ കൊല്ലപ്പെട്ടാലും കാട്ടുപന്നികളെയൊന്നും വെടിവെച്ച് കൊല്ലണ്ട എന്നൊരു നിലപാടിലാണെന്ന് തോന്നുന്നു കേന്ദ്ര വനം വകുപ്പ്. ഗുഡ് മോർണിംഗ് എസ്. രാജ്യത്തുടനീളം ഇത്തരത്തിൽ വന്യജീവി ആക്രമണം രൂക്ഷമാകുമ്പോഴാണ് കേന്ദ്ര വൈൽഡ് ലൈഫ് ബോർഡ് ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുന്നത്. രാജ്യത്ത് ഒരു മൃഗത്തെയും വെടിവെച്ച് കൊല്ലണ്ട എന്നാണ് വൈൽഡ് ലൈഫ് ബോർഡിൻ്റെ തീരുമാനം. ഒപ്പം തന്നെ ഇത്തരത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്ന മൃഗങ്ങളെ പിടികൂടി സംസ്ഥാനങ്ങൾക്ക് പുനരധിവസിപ്പിക്കാമെന്നൊരു നിർദ്ദേശമാണ് അവർ നൽകുന്നത്. കേരളം ഉൾപ്പെടെ ഈ കാട്ടുപന്നി ഉൾപ്പെടെ നാട്ടിലിറങ്ങി പ്രശ്നം ഉണ്ടാക്കുന്ന മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ സ്ഥിരാനുമതി തേടിയിരുന്നു. ഇക്കാര്യത്തിൽ എന്തായാലും ഒരു അനുകൂല തീരുമാനം ബോർഡിൻ്റെ ഭാഗത്തു നിന്നില്ല. ഒപ്പം തന്നെ സംസ്ഥാനത്ത് ഈ പന്നികളെ ഷെഡ്യൂൾ 3-ൽ നിന്നും ഒപ്പം തന്നെ കുരങ്ങുകളെ ഷെഡ്യൂൾ 1-ൽ നിന്നും മാറ്റണമെന്നൊരു ആവശ്യം സംസ്ഥാനം മുന്നോട്ട് വെച്ചിരുന്നു. ഇക്കാര്യത്തിലും എന്തായാലും കേന്ദ്ര വൈൽഡ് ലൈഫ് ബോർഡിന് പച്ചക്കൊടി ഇതുവരെ കാണിച്ചിട്ടില്ല. ഇക്കാര്യത്തിലും ഉടനൊരു തീരുമാനം ഉണ്ടായില്ല. കാരണം ഈ കുരങ്ങുകളുടെ വന്ധീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകണമെങ്കിൽ ഇതിനെ ഷെഡ്യൂളിൽ നിന്ന് മാറ്റണം. കാട്ടുപന്നിയുടെ കാര്യത്തിലും ഇതിനെ നിയന്ത്രിക്കണമെങ്കിൽ ഷെഡ്യൂൾ മാറ്റേണ്ടത് പ്രധാനമാണ്. പക്ഷേ അക്കാര്യത്തിലൊന്നും ഒരു അനുകൂല നിലപാടും ബോർഡിനില്ല. ഈ ഗുജറാത്തിൽ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിലാണ് ഇത്തരത്തിൽ തീരുമാനങ്ങളൊക്കെ വന്നിരിക്കുന്നത്. എന്തായാലും കേന്ദ്ര തീരുമാനത്തിനെതിരെ സംസ്ഥാനം വീണ്ടും വനം പരിസ്ഥിതി മന്ത്രാലയത്തെ സമീപിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഈ സംസ്ഥാനത്ത് നിലവിൽ കാട്ടുപന്നികളെ വെക്കുന്നത് ഈ പ്രത്യേക ഒരു വർഷത്തേക്കുള്ള കേന്ദ്രത്തിൻ്റെ പ്രത്യേക അനുമതിയുടെ പുറത്താണ്. ഈ അനുമതി കാലാവധി ഏകദേശം ഒരു വർഷം പൂർത്തിയാവാനിരിക്കുകയാണ് ഇത്തരത്തിൽ ഒരു കടുപ്പിച്ചുകൊണ്ടുള്ളൊരു തീരുമാനം വരുന്നത്. സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങൾ തള്ളിക്കൊണ്ടാണ് കേന്ദ്ര വൈൽഡ് ലൈഫ് ബോർഡ് ഒരു തീരുമാനം എടുക്കുന്നത്. എന്തായാലും കേന്ദ്രം പറയുന്നത് വന്യമൃഗങ്ങളെ സംരക്ഷിക്കണമെന്നൊരു നിലപാടാണ്. പക്ഷേ ജനവാസ മേഖലയിൽ ഇറങ്ങി സാധാരണക്കാരെ ഉൾപ്പെടെ ജനങ്ങൾക്കും കൃഷിയൊക്കെ നശിപ്പിക്കുന്ന ഈ വന്യമൃഗങ്ങളെ നിയന്ത്രിക്കേണ്ടേ എന്നൊരു ചോദ്യമാണ് നിലവിൽ ഉയരുന്നത്. എസ്. ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.